എക്സ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ജിനു എന്നാണ് പേര്. അദ്ദേഹം ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. ഇവരാണെങ്കിൽ സിനിമയിലും സീരിയലിലും ഒക്കെ ചെറുതായിട്ട് ഡബ്ബൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയും കൂടിയാണ് കേട്ടോ. ഇവർക്കൊരു മകളുണ്ട്. ഈ മകളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ ജിനു എന്ന് പറയുന്ന ആള് വേറൊരു പെണ്ണിന്റെ കൂടെ വിവാഹം കഴിച്ച് അങ്ങ് പോകുമായിരുന്നു. ഇവരെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലും എല്ലാം പറഞ്ഞിരുന്നു ഇതുപോലെ എനിക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുണിക്കട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓൺലൈനായിട്ട് സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിയെ വളർത്തി ഇവരെ കാര്യം നോക്കി ഇങ്ങനെ അങ്ങ് പോകുന്നു. അയാളുടെ ജീവിതമൊക്കെ ആയിട്ട് വേറൊരു ലൈഫിൽ അങ്ങനെ പോകുന്നു. അയാൾക്കും കുട്ടിയൊക്കെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവരും ഫാമിലിയായിട്ട് അങ്ങനെ പോകുന്നു. എന്നിട്ടും ഈ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയി എന്ന് തോന്നുന്നു. എന്നിട്ട് പോലും ഇവർ പിന്നെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചും പ്രശ്നങ്ങളാക്കിയും അയാൾ ഇവർക്കൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ, രണ്ടുപേർക്കും കൂടി ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി അച്ഛനെ വിളിക്കുന്നതിനും അച്ഛൻ കുട്ടിയെ വിളിക്കുന്നതിനും എല്ലാം പ്രശ്നം. ഇവർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന കുറേ കമൻസും കാര്യങ്ങളും എല്ലാം കൂടി ഇവർ ആകെ ആശയക്കുഴപ്പത്തിലാണ്. പേഴ്സണൽ ലൈഫും സോഷ്യൽ മീഡിയ ലൈഫും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത ഒരു പക്വതയില്ലാത്തൊരു ലേഡിയെ പോലെയാണ് ഇവർ ഈ സംസാരിക്കുന്ന മൊത്തം. കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇവർ വരെയുണ്ടായിരുന്നു. അതിനകത്ത് കുറേ ഉറക്കഗുളിയും കൂടി വായിലിട്ടിട്ട് ഇവർ വെള്ളം ഒഴിച്ച് എന്തൊക്കെയോ നാടകങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നു. ഞാൻ ഇപ്പം കഴിക്കും, അല്ലെങ്കിൽ ഞാനിപ്പം മരിക്കും. ആരെന്ത് പറഞ്ഞാലും എന്താണ് തനുജയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. പലതും പറയും. സോഷ്യൽ മീഡിയ ലൈഫ് ആകുമ്പോൾ പലതും പറയും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അതും ഈ സോഷ്യൽ മീഡിയ ലൈഫും എല്ലാം കൂട്ടിയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇടുന്നു, അതിനകത്ത് പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, എല്ലാം വരും. അത് ആ രീതിയിൽ കാണുക, അതിന് ആ രീതിയിൽ റിപ്ലൈ കൊടുക്കാൻ താല്പര്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരിക. നിങ്ങളുടെ ഭർത്താവ് അയാളുടെ ജീവിതമായിട്ട് അങ്ങനെ പോയി, നിങ്ങളിനി നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കുട്ടിയുണ്ട് ഇനി. അപ്പോൾ അവർ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫ് എന്തായിരിക്കും, അവർക്ക് മുന്നോട്ടുള്ള ജീവിക്കാനുള്ള ഊർജ്ജം എന്തായിരിക്കും? ആരില്ലെങ്കിൽ എന്താ, നിങ്ങൾക്കൊരു മോളുണ്ട്, അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ജീവിക്കുക, ഇനി അതാണ് നിങ്ങളുടെ ലൈഫ് എന്ന് വിചാരിച്ച് ആ രീതിയിലിട്ട് പോവുക. അതല്ലാണ്ട് പോയതും കഴിഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, ജസ്റ്റ് മൂവ് ഓൺ. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമല്ല, ഈ ജിനുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ മരിക്കുകയോ ജീവിക്കുകയോ എന്ത് ചെയ്താലും അയാളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അച്ഛനും മക്കളും ഒക്കെ ആണെങ്കിൽ പിരിഞ്ഞാൽ പോലും അവർ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സ്ട്രെസ് ഡിപ്രഷൻ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലാണെന്ന് ഓർക്കണം. ഇതെല്ലാം പ്രൂഫാക്കി വെച്ചിട്ട് നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് നിങ്ങളുടെ ഈ മകളെയും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി കാരണമാവത്. കാരണം അമ്മയുടെ അടുത്ത് ഒരിക്കലും സുരക്ഷിതരല്ല ഈ കുഞ്ഞ് എന്നും പറഞ്ഞിട്ട് അയാൾക്ക് അതൊരു കാരണമാവത്തില്ല. ലീഗലി അയാൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടി നിങ്ങളുടെ അടുത്ത് സുരക്ഷിതമല്ല എന്ന് കോടതിക്ക് വരെ ബോധ്യപ്പെടും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുകയല്ലേ ഉള്ളൂ, കൂടുതൽ ഡിപ്രസ്ഡ് ആവത്തുള്ളൂ, കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവത്തേ ഉള്ളൂ. അപ്പോൾ ഇനിയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രെസ്സും ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് വരാനുള്ള ഒരു മെന്റൽ ഹെൽത്തും ഒക്കെ ആയതിനു ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ വരിക. അതാണ് വേണ്ടത്. ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആവാൻ നോക്കുകയല്ല. കമന്റ് ബോക്സിൽ അങ്ങനെ പല കമന്റുകളും വരും. അങ്ങനെ ചെയ്യും, കുഴിച്ചാട്, കെൻറ്റി ചാട്, അതൊക്കെ പറയും എന്ന് പറഞ്ഞതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും എല്ലാവരുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് മാത്രം ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഇനി ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ മരിക്കും ചാവും എന്നൊന്നും പറഞ്ഞിട്ട് ആരെയും ഭീഷണിപ്പെടുത്തണ്ട, നിങ്ങളുടെ ജീവിതം അപകടത്തിലാക്കണ്ട. എങ്ങനെയെങ്കിലും ജീവിക്കുക. എല്ലാവരുടെ മുമ്പിൽ നല്ല രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു വരുമാനം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുക, ജീവിച്ച് കാണിക്കുക.